സാർ, ഇപ്പോൾ നടക്കുന്ന സിനിമാ പ്രൊഡ്യൂസേഴ്സ്, മൂവി റിവ്യൂവേഴ്സ് എങ്ങനെ നോക്കി കാണുന്നു? ഈ ഒരുമാതിരി എന്തായാലും ഒരു സാമാന്യ ലോജിക്ക് എന്ന് പറയുന്ന കാര്യങ്ങൾക്കെല്ലാം ആവശ്യമുള്ള കാര്യമാണ്. ഇപ്പോൾ ഞാൻ പറയാം, ഈ അടുത്തിടെ ഈ പറഞ്ഞ ഒരു തെറിവിളി റിവ്യൂവിനെ കുറിച്ചായിരിക്കും നിങ്ങൾ ചോദിച്ചിരുന്നത്. ഈ തെറിവിളി റിവ്യൂ ഉള്ളത് കൊണ്ടാണ് സത്യത്തിൽ അങ്ങനെ ഒരു പടം ഇറങ്ങി എന്ന് പലരും അറിഞ്ഞത്. നെഗറ്റീവ് പബ്ലിസിറ്റി ആയിരിക്കും ഒരു പക്ഷേ. പിന്നെ റിവ്യൂ വഴി ആളുകൾ പടം കാണാതിരിക്കുന്നു. ചിലർ ആളുകളുടെ റിവ്യൂ വായിച്ചിട്ട് പോയി പടം കാണുന്നവരുണ്ടെന്നൊക്കെ. ചിലർ പറയുന്നത് ഞാൻ ഇന്നാര് പറയുന്ന കേട്ടിട്ടാണ് പോയി പടം കാണുന്നത്. ഒരു പടം നല്ലതാണ് എന്ന് പറഞ്ഞ് അങ്ങനെയും കാണാറുണ്ട് ആളുകൾ. anyway, ഞാനിപ്പോൾ അത് ഐ ആം നോട്ട് ഇൻ ടു ദാറ്റ്. പിന്നെ ഈ തെറിയൊക്കെ അല്ലെങ്കിൽ നമുക്ക് തോന്നുന്നു നമുക്കൊരു ദിവസം വന്നിരുന്ന് ഇങ്ങനെ ശ്രദ്ധിച്ച് വെച്ച് കഴിഞ്ഞാൽ അതും മില്യൺസ് ഓഫ് ആളുകൾ കാണും എന്ന് വരുന്നൊരവസ്ഥയിൽ വീണ്ടും അടുത്ത ആളുകളും തിരിച്ചിതേ കണക്ക് അങ്ങോട്ട് തുടങ്ങിയിട്ട് 10. അതൊരു വഴിയല്ല, അതൊരു ഓപ്പണിംഗ് ദ ഫ്ലഡ് ഗേറ്റ്സ് ആണ്. ഒരാൾ തുടങ്ങിയാൽ എല്ലാവരും തുടങ്ങും. ഇനി കാര്യങ്ങൾ എന്ത് നിങ്ങൾ അനുകൂലിക്കുന്നോ പ്രതികൂലിക്കുന്നോ എല്ലാം ഒരു സാമാന്യമായിട്ടുള്ള ഒരു പാകതയുള്ള വൈകാരികമായി ഒരു ചാനലൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നതാണ്, അതാണ് വേണ്ടത്. അല്ലെങ്കിൽ പ്രശ്നം വെച്ചാൽ ഇത് എനിബഡി കൺ ഡു ജോബാണ്. ഇതൊന്നും അറിയാത്തവരാരും ഇല്ല, ചെയ്യാൻ കഴിയാത്തവരാരും ഇല്ല. പിന്നെ ആളുകൾ ചെയ്യാതിരിക്കുന്നത് മറ്റുള്ളവരുടെ ക്ഷേമവും അവരുടെ ഒരു എന്താ പറയുന്നത്, നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാത്തത് നമുക്ക് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ്. അല്ല, എല്ലാവരും ചെയ്യാൻ ആഗ്രഹമുള്ളവരായിരിക്കും. ഇപ്പോൾ ഒരുത്തനെ കാണുമ്പോൾ അതിനെക്കുറിച്ച് 4 പറയണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടാകും. നമ്മളെങ്ങനെ നിയന്ത്രിക്കുന്നത്? നമ്മുടെ ഫ്രണ്ടൽ കോർട്ടക്സ് കയറി പിടിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ചെയ്യാത്തതുകൊണ്ടാണ് ഈ തെറി എന്ന് പറയുന്നത് ഒരു വിഷയമാവുകയും തെറി ഇല്ലാതെ സംസാരിക്കുന്നത് നോർമലാവുകയും ചെയ്യുന്നത്. സത്യത്തിൻ്റെ കാര്യത്തിൽ ഇതേപോലെയാണ്. സത്യം എന്ന് പറയുന്നത് നല്ലൊരു കാര്യവും നുണയെന്ന് പറയുന്നത് മോശമാകുന്നത് എന്തുകൊണ്ടാണ്? ആളുകൾക്ക് നുണ പറയാൻ താല്പര്യമില്ലാണ്ടാണ്. ആർക്കാ സത്യം പറയാനേ താല്പര്യമില്ല ആർക്കും. മനുഷ്യൻ പൊതുവിൽ അങ്ങനെയാണ്. സത്യം പലപ്പോഴും നമ്മളെ ദുർബലരാക്കാം, വൾണറബിൾ ആക്കാറുണ്ട്. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് സത്യം വലിയൊരു ക്വാളിറ്റിയാണെന്ന് പറയുന്നത്? നമ്മളോട് ആരും കള്ളം പറയുന്നത് നമുക്ക് ഇഷ്ടമല്ല, നമ്മളോട് ആരും കള്ളം പറയുന്നത് നമുക്ക് ഇഷ്ടമല്ല. അതിപ്പോൾ എൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ്, നിങ്ങളുടെ കാര്യത്തിൽ എങ്ങനെയാണ്, എല്ലാവരുടെയും കാര്യത്തിൽ എങ്ങനെയാണ്. അപ്പോൾ ആരും സ്വാഗതം ചെയ്യാത്തൊരു കാര്യമാണ് കള്ളം. അങ്ങനെ കള്ളം എന്ന് പറയുന്നത് നെഗറ്റീവ് ക്വാളിറ്റിയും സമൂഹത്തിന് ആവശ്യമില്ലാത്തൊരു കാര്യവും അല്ലെങ്കിൽ അഡ്വൈസബിൾ അല്ലാത്തൊരു കാര്യമായിട്ട് മാറുന്നു, നുണ മാറുന്നു. എന്നാൽ സത്യം ആരും അത്ര വലിയ ഫാനൊന്നും അല്ലെങ്കിലും സത്യം ഒരു ഐഡിയൽ പാത്തായിട്ട് അവിടെ മാറി നിൽക്കുന്നു. അത് തന്നെയാണ് ഈ വികാര വിരേചനത്തിൻ്റെ കാര്യത്തിലും അസഭ്യത്തിൻ്റെ കാര്യത്തിലുമൊക്കെ അത് തന്നെയാണ് എൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത്. ഒന്നും ആർക്കും അറിയാത്തല്ല. പക്ഷേ ബേസിക്കലി അതിലൊരു തെറ്റ് കാണാതിരിക്കുക എന്ന് പറയുന്നത് അത് നല്ലൊരിതല്ല. ഞാൻ പറഞ്ഞല്ലോ, ഓപ്പണിംഗ് ദ ഫ്ലഡ് ഗേറ്റ്സ്. ജസ്റ്റ് തുറന്നു വെക്കുക, ആളുകൾ വൺ ആഫ്റ്റർ അനദർ. എപ്പോഴും ട്രാഫിക് പോലെയാണ്, നിയമങ്ങൾ ഉള്ളതാണ്. സുരക്ഷിതത്വം, നമുക്കും സുരക്ഷിതത്വം, നമുക്കെതിരെ വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നതും അത് തന്നെയാണ് സുരക്ഷിതത്വം. ഒരു ട്രാഫിക് വയലേഷൻ പോലെയാണ് ഭാഷയിലും പെരുമാറ്റത്തിലുള്ള വൈകല്യങ്ങൾ. അത് സിമ്പിളല്ലേ? ഓഫ് കോഴ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഇതൊന്നും ആർക്കും അറിയാത്തത് കൊണ്ടോ, വികാരം ആർക്കും വരാത്തത് കൊണ്ടോ, കോപം ആർക്കും വരാത്തത് കൊണ്ടോ ഒന്നുമല്ല. കോപം വരുന്നവർ അത് മാനേജ് ചെയ്ത് ഈ പറഞ്ഞ ഡൗൺഗ്രേഡ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരികയാണ്.